ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇതാ ഇടിയപ്പവും നല്ലൊരു മട്ടൻ സ്റ്റൂ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഇതാ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് സവാള, ഒരു 2 ടേബിൾ സ്പൂണോളം സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി കുക്കറിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഉപയോഗിച്ച ഈ ഒരു പച്ചമുളകിന് നല്ല എരിവാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി വഴറ്റിയ ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട്. ഒരു 3-4 പീസ് കറാമ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ മട്ടനിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസുള്ള തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക. നമ്മൾ തക്കാളി ഒന്നും വെന്ത് ഓടേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മളിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ മട്ടനാണ്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓവറായിട്ട് ഒരു മസാലയും ചേർക്കുന്നില്ല. മുളക് പൊടിയല്ല അതിലേക്ക് യൂസ് ആക്കുന്നത്. നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് പൊടിക്കുന്ന കുരുമുളക് പൊടിയാണ് ഇങ്ങനത്തെ ഒക്കെ റെസിപ്പി വെക്കുമ്പോൾ നല്ലത്. നല്ലൊരു സ്മെല്ലായിരിക്കും അങ്ങനെ ആകുമ്പോൾ. ഇനി ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മട്ടൻ തന്നെ കുറച്ച് വെള്ളം ഒഴുകി വരും. അപ്പോൾ നമ്മളെടുക്കുന്ന ഓരോ മട്ടൻ്റെ വേവ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു മട്ടന് ഒരു 15-20 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വേറൊരു ചെറിയൊരു മസാലയും കൂടി ഇതിനുണ്ടാക്കണം. അപ്പോൾ ഒരു കടായിലോട്ട് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പട്ട ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ 3 പീസ് കറാമ്പും ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് സവാളയും ചേർക്കുന്നുണ്ട്. ഒരു വലിയ സവാളേൻ്റെ പകുതി ആയിട്ടാണ് എടുത്തത്. അതും ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ സവാള നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ചൊന്ന് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നേരമുള്ള പീസ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മട്ടൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ അതിലിട്ട് സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിച്ച് വരണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2ാം പാലാണ് കേട്ടോ ഇത്. അപ്പോൾ 2ാം പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ചെടുക്കുക വേണ്ടത്. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലിലും ഈ പിന്നെ മട്ടൻ്റെ ആ ഒരു ഗ്രേവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിതൊന്ന് ഉടച്ച് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കായിട്ട് കുറച്ച് കാഷ്നട്ട് വേണ്ടത്. ഒരു 10 പീസോളം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ അത് കറക്റ്റായിട്ട് ആ ഒരു പേസ്റ്റ് പോലെ ആവില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് റെഡിയാക്കിയ ശേഷം ഞാനിത് ഒന്നാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നമ്മളെ കറിയിലേക്ക് ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച ഈ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തുടക്കത്തിൽ തന്നെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒക്കെ കറിക്ക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓവറായിട്ട് കുറേ മസാലയൊന്നും പൊടിച്ചെടുക്കാതെ ചെറിയ തോതിൽ പട്ട, കറാമ്പൂ, പിന്നെ മല്ലി അങ്ങനെ കുറച്ച് മാത്രം പൊടിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് സ്മെല്ല് വന്നാലും വലിയ ടേസ്റ്റ് വരില്ല നമ്മളെ ഈ ഒരു സ്റ്റൂവിനൊക്കെ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ആ സമയത്ത് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഇനി നമ്മൾ ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പോളം അരിപ്പൊടിയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് വറുത്ത അരിപ്പൊടിയല്ല, നമ്മളെ നാട്ടിലൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പുഴുങ്ങലരിയും കൊണ്ടാണ് പത്തൽ, ഇടിയപ്പം എന്തായിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട, നമ്മൾ ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. പുഴുങ്ങലരി കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും. പച്ചരിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നല്ല ചൂട് വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ പുഴുങ്ങലരിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഈ ഒരു അച്ചിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാവ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് ഓയിലെല്ലാം സൈഡെല്ലാം തടവി കൊടുത്താലുണ്ടല്ലോ അത് കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. കാസർഗോഡ് ഭാഗത്തെല്ലാം ഈ ഒരു ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നത് തേങ്ങാപ്പാലും ശർക്കരയെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു സിറപ്പ് പോലത്തെ ഒരു അതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ. അപ്പം കുട്ടിക്കാലത്ത് അത് ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഞങ്ങൾക്കെല്ലാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പം എനിക്കത് ചിന്തിക്കുന്ന സമയത്ത് അത് ഇപ്പോഴും ആയെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഇടിയപ്പത്തിൻ്റെ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എത്ര സിമ്പിളെന്ന് പറഞ്ഞാലും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൈ എന്തായാലും വേദനിക്കും. അതിങ്ങനെ തിരിക്കുന്നത് അതൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരും.